ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 32ഉം സെക്ഷൻ 33യും പഠിക്കാം. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സെക്ഷൻ 32 സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി. സംഘം ഭരണസമിതിയുടെ പിരിച്ചുവിടലിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 32വിൽ പറയുന്നത്. സഹകരണ സംഘം രജിസ്ട്രാർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സംഘം ഭരണസമിതിയെ പിരിച്ചുവിടാൻ സാധിക്കും. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നോക്കാം. ഇഫ് ദ രജിസ്ട്രാർ ആഫ്റ്റർ ആൻ എൻക്വയറി ബൈ ഹിംസെൽഫ് ഓർ ത്രൂ ഹിസ് സബോർഡിനേറ്റ്സ്, രജിസ്ട്രാർ നേരിട്ടോ അല്ലെങ്കിൽ രജിസ്ട്രാറിൻ്റെ കീഴുദ്യോഗസ്ഥന്മാർ മൂലമോ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഓൺ എ റിപ്പോർട്ട് ഓഫ് ദ ഫിനാൻസിംഗ് ബാങ്ക്, സൊസൈറ്റിക്ക് ധനസഹായം നൽകുന്ന ഫിനാൻസിംഗ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ report of the Vigilance and Anti-Corruption Bureau of the Government or the Vigilance Officer, ഗവൺമെൻറ്റിൻ്റെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർക്ക് സഹകരണ സംഘം ഭരണസമിതിയെ പിരിച്ചുവിടാവുന്നതാണ്. സെക്ഷൻ 68A നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വിജിലൻസ് ഓഫീസറെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പിരിച്ചുവിടാമെന്ന് നോക്കാം. റീസൺസ് നോക്കാം. ഫസ്റ്റ് വൺ, പെർസിസ്റ്റൻ്റ്ലി മേക്സ് ഡിഫോൾട്ട് ഓർ ഈസ് നെഗ്ലിജൻറ്റ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദ ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ഓൺ ഇറ്റ് ബൈ ദിസ് ആക്ട് ഓർ ദ റൂൾസ് ഓർ ദ ബൈലോസ്. സഹകരണ നിയമപ്രകാരമോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ബൈലോ പ്രകാരമുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഭരണസമിതി വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ പരാജയപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഭരണസമിതിയെ പിരിച്ചുവിടാൻ സാധിക്കും. അതുപോലെ തന്നെ ഓർ ഡസ് എനിത്തിങ് വിച്ച് ഈസ് പ്രജുഡീഷ്യൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയുടെ താല്പര്യത്തിനെതിരായാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പിരിച്ചുവിടാനായിട്ട് പറ്റും. അതായത് സംഘത്തിൻ്റെ ബൈലോ പ്രകാരമോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലോ പ്രകാരമോ ഒരു ഭരണസമിതിക്കുള്ള ഉത്തരവാദിത്തം ആ ഭരണസമിതി നിർവഹിച്ചില്ലെങ്കിൽ ഭരണസമിതിയെ പിരിച്ചുവിടാൻ സാധിക്കും. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ല ഭരണസമിതി പ്രവർത്തിക്കുന്നതെങ്കിലും ഭരണസമിതിയെ പിരിച്ചുവിടാൻ സാധിക്കും. സെക്കൻഡ് വൺ, വിൽഫുള്ളി ഡിസൊബേസ് ഓർ ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് എനി ലോഫുൾ ഓർഡർ ഓർ ഡയറക്ഷൻ ഇഷ്യൂഡ് അണ്ടർ ദിസ് ആക്ട് ഓർ ദ റൂൾസ്. അതായത് സഹകരണ നിയമത്തിലെ സെക്ഷൻസും റൂൾസും ഒക്കെ പ്രകാരം പുറപ്പെടുവിക്കുന്ന നിയമപരമായ ഓർഡറുകൾ മനഃപൂർവ്വം നടപ്പിലാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്യുന്നത് മൂലം ഭരണസമിതി അംഗങ്ങളെ പിരിച്ചുവിടാൻ സാധിക്കും. നെക്സ്റ്റ്, മേക്സ് എനി പേയ്മെൻറ്റ് കോൺട്രറി ടു ദിസ് ആക്ട് ഓർ ദ റൂൾസ് ഓർ ദ ബൈലോസ് ഓർ കോസസ് എനി ലോസ്. അതായത് സഹകരണ നിയമത്തിനും ചട്ടങ്ങൾക്കും വിരുദ്ധമായി പണം നൽകുകയോ അതുമൂലം സൊസൈറ്റിക്ക് എന്തെങ്കിലും നാശനഷ്ടം സംഭവിക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ ലോസ് സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഓർ ഡാമേജ് ടു ദ അസറ്റ് ഓഫ് ദ സൊസൈറ്റി ബൈ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഓർ വിൽഫുൾ നെഗ്ലിജൻസ്. അതായത് വിശ്വാസവഞ്ചനയോ മനഃപൂർവ്വമായിട്ടുള്ള അശ്രദ്ധ കൊണ്ടോ സൊസൈറ്റിയുടെ അസറ്റിന് എന്തെങ്കിലും നാശനഷ്ടം സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഭരണസമിതിയെ പിരിച്ചുവിടാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. അതായത് സഹകരണ നിയമത്തിനും ചട്ടങ്ങൾക്കും വിരുദ്ധമായി പണം നൽകുന്നത് മൂലം സൊസൈറ്റിക്ക് നഷ്ടം സംഭവിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വിശ്വാസവഞ്ചനയോ മനഃപൂർവ്വമായ അശ്രദ്ധയോ കൊണ്ട് സംഘത്തിൻ്റെ അസറ്റിന് എന്തെങ്കിലും നാശമോ ഡാമേജോ വരികയാണെങ്കിലും സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതിയെ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കുണ്ട്? രജിസ്ട്രാർക്കുണ്ട്. നെക്സ്റ്റ്, മിസ്അപ്രോപ്രിയേറ്റ്സ് ഓർ ഡിസ്ട്രോയ്സ് ഓർ ടാമ്പേഴ്സ് with the records or cause the destruction of records to cover up any misconduct or malpractice. അതായത് എന്തെങ്കിലും അഴിമതിയൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് സംഘത്തിൻ്റെ റെക്കോർഡുകൾ നശിപ്പിക്കുകയോ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയോ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഭരണസമിതിയെ പിരിച്ചുവിടാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. പിരിച്ചുവിടുന്നതിന് മുമ്പ് രജിസ്ട്രാർ ഭരണസമിതിക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകേണ്ടതാണ്. അതായത് അവർക്ക് മേൽ ഭരണസമിതി അംഗങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി സമർപ്പിക്കുവാനായിട്ട് അവർക്കൊരു അവസരം നൽകണം. He may, after giving the committee an opportunity to state its objection, if any, by order in writing. ഇനി
ഈ സംഘം നൽകുന്ന മറുപടി രജിസ്ട്രാർക്ക് തൃപ്തികരമല്ലെങ്കിൽ രജിസ്ട്രാർക്ക് കമ്മിറ്റിയെ പിരിച്ചുവിടാവുന്നതാണ്. റിമൂവ് ദ കമ്മിറ്റി ആൻഡ് അപ്പോയിൻറ്റ് ഇൻ ഇറ്റ്സ് പ്ലേസ് വൺ അഡ്മിനിസ്ട്രേറ്റർ ഓർ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. കമ്മിറ്റിയെ പിരിച്ചുകൊണ്ട് ആ സ്ഥാനത്തേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്. കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് മോർ ദാൻ 3 ഇൻഡിവിജ്വൽസ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ 3 പേരിൽ കൂടാൻ പാടില്ല. 3 പേരോ 2 പേരോ ആകാം. 3 പേരിൽ കൂടാൻ പാടില്ല. നോട്ട് മോർ ദാൻ 3 ഇൻഡിവിജ്വൽസ്. വൺ എമംഗ് ദ മാസ് കൺവീനർ. അതിൽ ഒരാൾ ആരായിരിക്കും? കൺവീനർ ആയിരിക്കും. ഹൂ നീഡ് നോട്ട് ബി മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഇത് ഈ 3 പേര് സൊസൈറ്റിയുടെ മെമ്പർ ആകണമെന്ന് നിർബന്ധമില്ല. മെമ്പർ ആകാതിരിക്കാം. ടു മാനേജ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 6 months. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവുടെ കാലാവധി എത്ര മാസമായിരിക്കും? 6 months. നോട്ട് എക്സീഡിങ് 6 months. 6 മാസത്തിൽ കൂടാൻ പാടില്ല. അപ്പോൾ പിരിച്ചു വിടുന്നതിന് മുമ്പ് രജിസ്ട്രാർ ഭരണസമിതിക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകണം. അവർക്ക് അവരുടെ മേൽ ചുമത്തിയിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം നൽകണം. ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ രജിസ്ട്രാർക്ക് ഭരണസമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ 3 ഇൻഡിവിജ്വൽസേ പാടുള്ളൂ. 3 അംഗങ്ങളെ പാടുള്ളൂ. 3 പേരിൽ കൂടാൻ പാടില്ല. 3 പേരോ അല്ലെങ്കിൽ 2 പേരോ ആകാം. 3 പേരിൽ കൂടാൻ പാടില്ല. ഇതിൽ ഈ 3 പേരും സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആകണമെന്ന് നിർബന്ധമില്ല. മെമ്പേഴ്സ് ആകാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് നോട്ട് എക്സീഡിങ് 6 months. 6 മാസത്തിൽ കൂടാൻ പാടില്ല. In the case of cooperative society carrying on the business of banking, appointment of administrator, administrative committee shall not exceed 1 year. അതായത് ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് ഷാൾ നോട്ട് എക്സീഡ് 1 year. 1 yearൽ കൂടാൻ പാടില്ല. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി എന്ന് ചോദിച്ചാൽ ശരിക്കും നോട്ട് എക്സീഡിങ് 6 months ആണ്. എന്നാൽ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി എന്ന് ചോദിച്ചാൽ ഷാൾ നോട്ട് എക്സീഡ് 1 year. 1 yearൽ കൂടാൻ പാടില്ല. പീരീഡ് ഓഫ് സൂപ്പർസെഷൻ. ഭരണസമിതിയെ പിരിച്ചുവിടുന്നത് എത്ര മാസത്തേക്കാണ്? 6 മാസത്തേക്കാണ് പിരിച്ചുവിടുന്നത്. അതിനുള്ളിൽ പുതിയൊരു ഭരണസമിതി രൂപീകരിക്കണം. എന്നാൽ അങ്ങനെ പുതിയൊരു ഭരണസമിതി രൂപീകരിച്ചിട്ടില്ല എങ്കിൽ ചില സാഹചര്യങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാം. സൂപ്പർസെഷൻ എക്സ്റ്റെൻഡ് ചെയ്യാം. നോട്ട് എക്സീഡിങ് 6 months. 6 മാസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 1 വർഷത്തേക്ക് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഭരണസമിതി അംഗങ്ങളെ പിരിച്ചുവിടുന്നതിന് കാലാവധി 6 മാസമാണ്. സൂപ്പർസെഷൻ്റെ കാലാവധി 6 മാസമാണ്. എന്നാൽ എക്സ്റ്റെൻഡ് ചെയ്യാം. 6 മാസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്ററുടെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് നോട്ട് എക്സീഡിങ് 6 months. 6 മാസത്തിൽ കൂടാൻ പാടില്ല. പക്ഷേ സൂപ്പർസെഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാവുന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്ററുടെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് 1 വർഷത്തേക്ക് ആക്കാം. പക്ഷേ ശരിക്കും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സൂപ്പർസെഷൻ 6 months ആണ്. അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി എന്ന് പറയുന്നത് നോട്ട് എക്സീഡിങ് 6 months ആണ്. Every member of the committee superseded shall from the date of order of such supersession and disqualified to contest in the election to or to be nominated to the committee of any society or to be appointed as an administrator of any society for 2 consecutive terms. അതായത് ഏതെങ്കിലും ഒരു പിരിച്ചുവിട്ട ഭരണസമിതിയിലെ അംഗങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലേക്ക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടാനോ 2 പ്രാവശ്യത്തേക്ക് തുടർച്ചയായ 2 ടൈമിലേക്ക് അയോഗ്യനാക്കപ്പെടുന്നതാണ്. 2 പ്രാവശ്യത്തേക്ക് അയോഗ്യനാക്കപ്പെടുന്നതാണ്. ബിഫോർ സൂപ്പർസീഡിങ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി, the registrar shall consult with the financing bank, circle cooperative union or state cooperative union. അതായത് രജിസ്ട്രാർ ഒരു സൊസൈറ്റിയുടെ ഭരണസമിതിയെ പിരിച്ചുവിടുന്നതിന് മുമ്പായി
ഫിനാൻസിംഗ് ബാങ്കിനോടും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനോടും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോടും കൂടി കൂടിയാലോചിച്ചിരിക്കണം. അതായത് ഇപ്പോൾ അപ്പക്സ് സൊസൈറ്റിയുടെയും സെൻട്രൽ സൊസൈറ്റിയുടെയും കാര്യത്തിലാണെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോട് കൂടിയും, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈമറി സൊസൈറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനോട് കൂടി ആലോചിച്ചിരിക്കണം. കൂടാതെ അതാത് സൊസൈറ്റികൾക്ക് ധനസഹായം നൽകുന്ന ഫിനാൻസിംഗ് ബാങ്ക് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഫിനാൻസിംഗ് ബാങ്കിനോട് കൂടി കൺസൾട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ബിഫോർ സൂപ്പർസീഡിംഗ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി, the registrar shall consult with the financing bank, circle cooperative union or state cooperative union. The administrator or administrative committee so appointed shall, subject to the control of the registrar and such instruction as he may from time to time give, have power to exercise all or any of the power. അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രജിസ്ട്രാറുടെ കൺട്രോളിലായിരിക്കും, രജിസ്ട്രാറുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും, രജിസ്ട്രാറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇതിന് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ഒരു സൊസൈറ്റിയുടെ ഭരണസമിതിയുടെ കുറച്ച് അധികാരങ്ങൾ അല്ലെങ്കിൽ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 32 സൂപ്പർ സെഷനിൽ പറയുന്നത്. സെക്ഷൻ 33 അപ്പോയിൻമെന്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓൺ ഫെയിലർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റി. കമ്മിറ്റി ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അപ്പോയിന്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 33 പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, കമ്മിറ്റി ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് ശേഷം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അപ്പോയിന്റ് ചെയ്യുന്ന സെക്ഷൻ 32 പ്രകാരമാണ്. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സെക്ഷൻ 33 പ്രകാരം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വെയർ ദ ടേം ഓഫ് ഓഫീസ് ഓഫ് എ കമ്മിറ്റി ഹാസ് എക്സ്പയർഡ് ആൻഡ് എ ന്യൂ കമ്മിറ്റി ഹാസ് നോട്ട് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ്. അതായത് കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞിട്ടും പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ചില്ലെങ്കിൽ, ഓർ where a no confidence motion is passed by the general body against the existing committee. അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണസമിതി പുറത്താക്കപ്പെടുകയാണെങ്കിൽ, or where the existing committee resigns en bloc, ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും റിസൈൻ ചെയ്യുകയാണെങ്കിൽ, or where vacancy is occur in the committee either by resignation or otherwise and the number of remaining members cannot constitute the quorum for the meeting of the committee. അതായത് ഭരണസമിതിയിലെ അംഗങ്ങൾ റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസ് പ്രകാരം അല്ലെങ്കിൽ മരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭരണസമിതിയുടെ കോറം തികയാതെ വരികയാണെങ്കിൽ, ഇറ്റ്സ് റെഗുലർ മീറ്റിംഗ് കോൺസിക്യൂട്ടീവ്ലി ഫോർ 6 months. നിയമാവലി അനുശാസിക്കുന്ന പ്രകാരം കമ്മിറ്റിയുടെ യോഗം 6 മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് 6 മാസത്തേക്ക് കൂടുന്നത് പരാജയപ്പെട്ടാലോ 6 മാസത്തേക്ക് കമ്മിറ്റി കൂടാൻ സാധിക്കാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ കമ്മിറ്റി ഇല്ലാതാവുകയും ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ സെക്ഷൻ 33 പ്രകാരം അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യും. സെക്ഷൻ 32 പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി 6 മാസമായിരിക്കും. എന്തെങ്കിലും കാരണവശാൽ വേണമെങ്കിൽ അത് 6 മാസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നാൽ 1 വർഷത്തിൽ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രജിസ്ട്രാറുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും പ്രവർത്തിക്കുക. മാനേജിംഗ് കമ്മിറ്റിയുടെ എല്ലാ അധികാരങ്ങളും തന്നെയും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 33 ഓർത്ത് വയ്ക്കാനുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.